കൊട്ടായക്കര തിരുവനന്തപുരം റൂട്ടിൽ ഇന്ന് രാവിലെ 2 മണിക്കുണ്ടായ ഒരു ആക്സിഡൻ്റാണ്. ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീ ആര്യാസ് തൊട്ടിപ്പുറത്തൊരു വർക്ക്ഷോപ്പിൽ 10-15 വണ്ടികളോളം ഉണ്ടായിരുന്നു. ഇതെല്ലാം ഇടിച്ച് തകർത്ത് ഈ ബിൽഡിങ്ങിലേക്ക് കയറിയിരിക്കുന്ന ഒരു ടിപ്പർ ലോറിയാണ്. ആളുകളൊക്കെ വന്നു കൂടുന്നതേ ഉള്ളൂ. ആർക്കും ആളപായം ഇല്ല എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് എന്ന് അറിഞ്ഞൂടാ. ഇവിടെ ആർക്കെങ്കിലും എന്തെങ്കിലും അപകടം വല്ലതും ഉണ്ടോ? ഇത് എത്ര മണിക്ക് കറക്റ്റ് സംഭവം? 2 മണിക്കോ? ഇതിപ്പോൾ ഇത്തരം വണ്ടികളൊക്കെ റോഡിൽ ഇരുന്നാണോ അതോ? അല്ല, ഇത് സ്കൂട്ടർ വർക്ക്ഷോപ്പ് അല്ലേ. നമ്മുടെ കടയുടെ ഫ്രണ്ടിൽ ഒരെണ്ണം, ഇപ്പുറത്തെ കടയുണ്ട്. ഇവരുടെ XUV-യുടെ ബാക്ക് മൊത്തം വേറെ ഒരു വണ്ടി ഉണ്ടായിരുന്നു. ഇത് ഒത്തിരി വണ്ടികൾ ഇപ്പം എൻ്റെ ഫ്രണ്ടിൽ തന്നെ അടുക്കി വെച്ചിട്ടുണ്ടല്ലോ. 10-12 വണ്ടി പോയി കാണും. 12-12ഓളം 2 വീലേഴ്സാണ് ഇപ്പം പോയേക്കുന്നത്. പുതിയ വണ്ടിയൊക്കെ ഉണ്ട്, അതുകൊണ്ട് അതൊക്കെ പുതിയ വണ്ടിയായിരുന്നു. ഇത് കറക്റ്റ് സമയം പറയാമോ? 2 മണിയാണ്. 2 മണി. ഈ ബിൽഡിങ്ങിനും കാര്യമായിട്ടുള്ള പ്രശ്നമുണ്ടല്ലേ? ബിൽഡിങ് ഞങ്ങളുടെ കട, ഇത് ഇപ്പുറത്തെ കട. ഇത് മറ്റേ നമ്മുടെ കടയായില്ലയോ? ഹോട്ടലേ? അത് ശരി. ഹോട്ടലിന് വല്ല നാശനഷ്ടങ്ങളും വല്ലതും ഉണ്ടോ? അതിൻ്റെ പൈപ്പ്, ഫ്രണ്ട്, ബാക്ക്, അതിൻ്റെ ബോർഡുകളെല്ലാം പോയി. നിങ്ങളുടെ വാഹനങ്ങൾ വല്ലതും ഉണ്ടായിരുന്നു അതിനകത്ത്? ഒരു വാഹനം നിങ്ങളുടെയാ? സാധാരണ നിങ്ങളുടെ ഈ ഹോട്ടലിൻ്റെ അവിടെ ആളുകൾ വെളിയിലേക്ക് കിടന്ന് ഉറങ്ങുന്നതല്ലേ? ആ സമയം ആയതുകൊണ്ടാണ് രക്ഷപ്പെട്ടത്. ഇത് എന്തൊരു ഇടിയായി. അത് ശരി. ഇത് പക്ഷേ രാത്രിയിലായതുകൊണ്ട് ഈ ഒരു പ്രശ്നം ഉണ്ടായില്ല. ഭയങ്കര ആക്സിഡൻ്റാണ്. ഇതിപ്പോൾ മണ്ണ് കൊണ്ടുവന്ന ടിപ്പറാ. ഓഹോ. അപകടങ്ങളൊന്നുമില്ലല്ലേ? അത് പറയാം. പയ്യൻ ആദ്യം എഴുന്നേറ്റം തോന്നുന്നു. പക്ഷെ അത് നോക്കിയാ ഡ്രൈവറുടെ സ്ഥലമൊക്കെ അങ്ങ് അകത്ത് കയറി പോയില്ല. ഇല്ല, വണ്ടി ഇപ്പോഴും ഓണായി കിടക്കുകയാണല്ലോ. അത് ഓണം ഓഫാക്കാൻ പറ്റുന്നതാണത്. മീറ്റർ ഓണായി കിടക്കില്ലേ താക്കോല്? അത് നോക്കി അവിടെ നോക്കി ഡ്രൈവറുടെ സ്ഥലം ഇടിഞ്ഞ് പറഞ്ഞ് അങ്ങ് അകത്തോട്ട് അവങ്ങ് മാറി അവിടുന്ന്. അതുകൊണ്ടാണ് രക്ഷപ്പെട്ടത്. ഈ ഡ്രൈവറിൻ്റെ സ്ഥലം കണ്ടോ? ഇത് കറക്റ്റ് പറഞ്ഞാൽ സ്റ്റിയറിങ്ങും മേൽവശവും കൂടെ മുട്ടിയിരിക്കുക. പക്ഷേ വളരെ ഭാഗ്യവശാലാണ് കക്ഷി ഒഴിഞ്ഞു മാറിയതും കണ്ട. വലിയ കുഴപ്പമില്ലെന്നാണ് പറയുന്നത്. ഇനി വ്യക്തമായിട്ടുള്ള കാര്യങ്ങളൊന്നും അറിഞ്ഞൂടാ. അവർ 3 പേരുണ്ടായിരുന്നു. 3 പേരായിരുന്നല്ലേ? ഇതിനകത്ത് 3 പേരായിരുന്നു. ഇവരെന്തോ ഉറങ്ങി തന്നോ അതോ? അതായിരിക്കണം. കാരണം അവിടെ ബ്രേക്ക് പിടിക്കുന്ന ഇവിടെ എല്ലാം വാഹനങ്ങൾ കിടക്കുകയാണ് കേട്ടോ. സ്കൂട്ടർ വർക്ക്ഷോപ്പാണ്. ആ പയ്യൻ എന്ത് ചെയ്യും? അതിനകത്തെടുത്ത് വെക്കാൻ പറ്റാത്തതുകൊണ്ട് ഇങ്ങനെ നിരത്തി വെക്കും. ഇതൊക്കെ പുതിയ വണ്ടി കണ്ടാന്ന് പറയുന്നത്. അത് പുതിയ വണ്ടി. അത് കാണുമ്പോഴേ അറിയാം അത് പുതിയ വണ്ടി. അത് പുത്തൻ വണ്ടിയാണ്. ആണോ? വർക്ക്ഷോപ്പിലിരുന്ന വണ്ടികളാണ് ഇടിച്ച് തെറിപ്പിച്ചിരിക്കുകയാണ്. പ്രശ്നങ്ങൾ കാണും. കാരണം അത്രയും വലിയ സൈസ് അങ്ങനെ ബുദ്ധിമുട്ടിച്ചാണ് എടുത്തിട്ട് പക്ഷെ നിന്നായിരുന്നു. നെൽസൺ അന്നേരം ഇവിടെ ഉണ്ടായിരുന്നോ? ഇല്ല, സ്പോട്ട് ഉണ്ടോ? 10 മിനിറ്റ് വന്നു. ഇവിടെ അടുത്തല്ലേ വീട്. ബിൽഡിംഗ് ഉൾപ്പെടെ പോയത്. ബിൽഡിംഗ് എല്ലാം പോയി. ബിൽഡിങ് ഏതാണ്ട് നല്ല ഷേക്ക് പറ്റി കാണും ഇല്ല? ഇത്രയും ഭയങ്കര ഇടിയല്ലേ? അത് വണ്ടി ചെറിയ സ്പീഡിലല്ലായിരിക്കുമല്ലോ വന്നതല്ലേ? പക്ഷെ ഓടി കയറിയതാ. റോഡിലൊന്നും ബ്രേക്ക് ചവിട്ടിയ പാടൊന്നുമില്ല. ഓ, റോഡിൽ കൂടെ അല്ല വന്നേ. ഓ, ആ പോസ്റ്റാ ഈ കിടക്കുന്നേ. ഓ, അത് ശരി. ഈ ഹോട്ടലിന്റെ ഫ്രണ്ടിൽ നിന്ന പോസ്റ്റാണ് എടുത്തോണ്ട് വന്നേക്കുന്നത്. ഇവിടെ പോസ്റ്റ്. ഓ, വണ്ടി അതിലെയാ വരുന്നത്. ഓ, ഇങ്ങനെ കയറി വരുന്നത്. ഇവിടെ വന്നുകൊണ്ട് വന്നപ്പോഴേ ബ്രേക്ക് ചവിട്ടിയേക്കുന്നത് തന്നെ കേട്ടോ. ആ ഹോട്ടലിൽ ഇടിച്ച് പറിച്ചുകൊണ്ടാ പോന്നേ. അത് ശരി. ഓഹോ. ഇതിപ്പം ബിൽഡിങ്ങിനകത്ത് കിടക്കുമോ വണ്ടി? ഇല്ലയോ? വലിയൊരു സാധനം ഉണ്ടായിരുന്നു. 10-500 കിലോ വെയിറ്റ് വരുന്നത് പച്ചിരുമ്പോ. അതുണ്ടായോണ്ടാണ് ഇതിന്റെ ആഘാതം കുറച്ചത്. അല്ലെങ്കിൽ മൊത്തത്തിൽ കയറി പോകാനായിരുന്നു. ഇവിടുന്ന് മൊത്തത്തിൽ ക്ലീൻ ചെയ്തോണ്ട് പോയതാ. ഇവിടെ പോസ്റ്റ് ഉണ്ടായിരുന്നു. മോഡ് പോലും ഇല്ലല്ലോ. പോസ്റ്റ് വീടുകൊണ്ടാ പോയേക്കുന്നത്. നെൽസന്റെ ഒരു ചെടിച്ചട്ടി ഭയങ്കര ഭാഗ്യമായി രക്ഷപ്പെട്ടു കേട്ടോ. അതിനൊരു കുഴപ്പമില്ല. അല്ലേ? അത് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഇത്ര വലിയൊരു ആക്സിഡന്റ് ഉണ്ടായപ്പോഴേ
ഓ ബോഡി മാറിയേക്കുവാ. ഇതൊക്കെ ഇത്രയും വലിയ സാധനത്തിനകത്തേക്ക് ഇടിച്ചു കൊടുക്കുക, അപ്പുറത്ത് ഒടിഞ്ഞു പോകണമെങ്കിൽ രാത്രിയിലത്തെ സംഭവമില്ല, ചിലപ്പോൾ കണ്ണടഞ്ഞു പോയായിരിക്കും. ബിൽഡിങ്ങിന്റെ ഷെയ്ഡൊക്കെ മൊത്തം കണ്ടിച്ചോണ്ട് പോയേക്കും കണ്ടോ. അതെ 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 അതെ. ഒരു വലിയ ഒരു അപകടമാണ് ഉണ്ടായിരിക്കുന്നത്. ആളപായം ഒന്നുമില്ല. കടയിലെ സ്റ്റാൻഡാ അല്ലേ? ഓ ഇതെല്ലാം നമ്മുടെ കടയിലേ അല്ലേ? ഒരു വർക്ക്ഷോപ്പിൽ തന്നെ ഒരു 10-15ഓളം 2 വീലറും എല്ലാം ഇവിടെ കിടപ്പുണ്ട്. ഇത് വലിയൊരു അപകടമാണ് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെയെന്ന് പറഞ്ഞാൽ. ബോർഡിൻ്റെ മണ്ടയ്ക്ക് അറിയിക്കുക അല്ല, അതിൻ്റെ അതും കൊണ്ടാണ് വന്നേങ്ങനെ ടയറിരിക്കുന്നത് അതിൻ്റെ മണ്ടയില്ല. ഇത് വലിയ ഒരു അപകടമാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഉറക്കം വന്ന് വല്ലതും പറ്റിയതായിരിക്കാം. എന്തായാലും രാത്രി 2 മണിക്കാണ്, വെളുപ്പാങ്കാലത്ത് 2 മണിക്കുണ്ടായ ഒരു അപകടമാണ്. വളരെ വലിയൊരു അപകടമാണ്. ഇത്രയും അശ്രദ്ധമായി വണ്ടി ഇടിച്ച്. പകലായിരുന്നെങ്കിൽ ആളപായം തന്നെ. ഇവിടെ എപ്പോഴും ആളുകൾ നിൽക്കുന്ന ഒരു ഭാഗമാണ് ഇവിടെ. ടായകര തിരുവനന്തപുരം റൂട്ടിൽ ആര്യാസ് ഹോട്ടലിൻ്റെയും കോഫി ഹൗസിൻ്റെയും ഒക്കെ ചേർന്നുള്ള ഒരു ഭാഗമാണ്. വലിയൊരു അപകടമാണ് ഉണ്ടായിരിക്കുന്നത്.